Samuel chapter 1. Verses 10 and 11. Verses 10 11 വാക്യം. Verses 10 and 11, please. Verse 10 and 11. In her deep anguish, Hannah prayed to the Lord, weeping bitterly, and she made a vow, saying, Lord Almighty, if you will only look on your servant misery and remember me, and not forget your servant, but give her a son, then I will give him to the Lord for all the days of his life, and no razor will ever be used on his head. മലയാളത്തിലൂടെ ഒന്ന് പെട്ടെന്ന് വായിക്കാമോ? അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു വളരെ കരഞ്ഞു. അവൾ ഒരു നേർച്ച നേർന്നു. സൈന്യങ്ങളുടെ യഹോവേ, അടിയന്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ അടിയൻ അവനെ അവന്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും. അവന്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടുകയുമില്ല എന്ന് പറഞ്ഞു. മതി. വളരെ ദീർഘമായി പ്രസംഗിക്കേണ്ട ഒരു പാസേജാണത്. I can speak on this passage for several hours. പ്രത്യേകിച്ച് എനിക്ക് ഫസ്റ്റ് സാമുവേൽ ഹോൾ ചാപ്റ്ററിനെ പറ്റി നോട്ട് ഉണ്ടാക്കാനും പഠിക്കാനും ഒക്കെ കർത്താവ് എനിക്ക് ഒരു പരിധി വരെ എന്നെ സഹായിച്ചിട്ടുണ്ട്. God has enabled me to study the first Samuel first chapter in depth. ഞാൻ ഗസ്റ്റായിട്ട് 6 months ഇവിടെ വന്നപ്പോൾ ഞങ്ങളുടെ ഫ്രൈഡേയിലെ ഫാസ്റ്റിംഗ് പ്രയറിന് റിനിച്ചാൻ്റെ വീട്ടിൽ വെച്ച് 6 മാസം പ്രസംഗിച്ചാണ് ഞാൻ ആദ്യത്തെ 5 അധ്യായം തീർത്തത്. And when I was visiting here in our brother Rennie's house, when we had fasting prayer, I spoke for 6 months, but I finished only 5 chapters then. അന്ന് പറഞ്ഞത് ഒന്നുമല്ല പറയാൻ പോകുന്ന വേറെയാണ്. I'm not going to preach anything that I spoke then, but it's going to be a different one. നമുക്ക് ഇവിടെ ഒരു പ്രത്യേകത നിങ്ങൾ കണ്ടോ? ഹന്ന she made a vow എന്നൊരു വാക്ക് അവിടെ കാണാം. We see that here, that Hannah made a vow to God. ഹന്ന ഒരു നേർച്ച നേർന്നു. Hannah made a vow to God. ഈ നമ്മൾ ഈ വേർപെട്ട ദൈവമക്കളായതുകൊണ്ട് ഈ നേർച്ച എന്ന പദം നമുക്ക് അത്ര ഒരു സുഖമുള്ള വാക്കല്ല. You know, because we are a separated people, when we say vow, that's not a very comfortable word for us. അത് അത്രയും കംഫർട്ടബിൾ അല്ല. It's not comfortable for us. കാരണം അത് ഈ എപ്പിസ്കോപ്പൽ ചർച്ചുകളാണ് പൊതുവെ ആ വാക്ക് ഉപയോഗിക്കുന്നത്. They use this word vow more in Episcopal churches. നിങ്ങൾ കേട്ടിട്ടാണ് പള്ളിക്ക് നേർച്ച നേർന്നു, ഈ എന്താ പറയുക ഹോളി പ്ലേസസിൽ പോകാവുന്ന നേർച്ച നേർന്നു. പക്ഷേ സ്ക്രിപ്ചർ പറയുന്ന വൗ എന്നുള്ളത് ദൈവത്തിനുള്ള നേർച്ചയാണ്. വ്യത്യാസം പിടികിട്ടിയോ? You've heard of people saying that they vow to the church or they vow to go to holy places, but what scripture is saying is vow, when you make a vow, it is making vow to the Lord. സ്ക്രിപ്ചർ മുഴുവൻ അതാണ് ആ വൗവും നമ്മൾ എടുക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം. That is the difference between the vow and that vow, what the vow the scripture says. ഈ ഞാൻ ഈ ഏർലി ക്രിസ്ത്യാനിറ്റി വായിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ 1-2 സെന്റൻസ് ഒക്കെ അങ്ങനത്തെ വരുമായിരിക്കും കേട്ടോ. I'm reading the books about early Christianity, so my words may repeat from that book. ഈ റിഫോർമേഷൻ 16th century കർത്താവ് എഴുന്നേൽപ്പിച്ച ആളാണ് മാർട്ടിൻ ലൂതർ. During the 16th century, God raised up Martin Luther for the time of Reformation. അന്നുണ്ടായിരുന്ന കാത്തലിക് പോപ്പിനോട് മാർട്ടിൻ ലൂതർ പറഞ്ഞൊരു കാര്യമുണ്ട്. And Martin Luther is telling the Catholic Pope at that time. നിങ്ങൾ സിമ്പിളായിട്ട് അതിനെ കാണരുത്. ഓൾമോസ്റ്റ് അവരുടെ കണക്കനുസരിച്ച് 250 crore ആളുകൾ കാത്തലിക്കാന്നാണ് പറയുന്നത്. You don't take it as simple, but at least there are at least 250 crore of people who are Catholic. അവരുടെ ലീഡറാണ് പോപ്പ്. And their leader is Pope. Pope is their leader. ആ പോപ്പിനോട് മാർട്ടിൻ ലൂതർ പറഞ്ഞു, Martin Luther told the Pope at that time, ഞാനൊരു കാര്യം വിശ്വസിക്കണമെങ്കിൽ if I have to believe a thing, you have to show the verse. you have to show me a verse. അല്ലെങ്കിൽ Otherwise, ഞാനൊരു കാര്യം വിശ്വസിക്കണമെങ്കിൽ you have to prove with reason. ഇതായിരുന്നു മാർട്ടിൻ ലൂതർ പറഞ്ഞത്. if I have to believe a thing, then you have to prove it with a reason. അത് അവർക്ക് ഒരിക്കലും തെളിയിക്കാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ടാണ് അന്ന് ദേവദാസൻ പറഞ്ഞു ഗോ ബാക്ക് ടു സ്ക്രിപ്ചർ. ഇതാണ് അതിൻ്റെ ഒരു എന്താ പറയുക, അന്നെടുത്ത ആ ധീരമായ തീരുമാനത്തിൻ്റെ ഭാഗമാണ് നമ്മളെല്ലാവരും. അല്ലെ നമ്മളും ഇന്ന് അന്ധകാരത്തിലായേനെ. And he told the Pope at that time, if you cannot prove through scripture or through, then go back to scriptures. And that's the reason that we are all in the Reformation and we are reformed. Otherwise, we would have also been in that the Catholicism group. ഇവിടെ ഹന്ന ഒരു നേർച്ച, ഒരു തീരുമാനമെടുക്കുകയാണ്. Here Hannah is making a vow. എന്താ ഈ വൗ എന്ന് പറഞ്ഞാൽ? What does the word vow mean? Vow is a voluntary offer to God എന്നാണ് ഡെഫിനിഷൻ. എന്ന് പറഞ്ഞാൽ ആരും പറഞ്ഞിട്ടല്ല, സ്വമേധയാ എടുക്കുന്ന തീരുമാനം.
Vow means a voluntary, what is it? What- വോളണ്ടറി ഓഫർ ടു ഗോഡ്. A voluntary offering offered to God. ഈ സ്ക്രിപ്ചറിനകത്തെ വൗവിനകത്ത് രണ്ട് പേരാണുള്ളത് എപ്പോഴും. In the scripture vow, there is two meanings. രണ്ട് പേഴ്സൺസ് ഉണ്ട്. Oh, there is two people in the scriptural vow. ഒന്ന് ഗോഡാണ്, One is God അനദർ വൺ മാൻ ആണ്. and the other person is man. ഇത് രണ്ടും ഇല്ലാതെ, ഗോഡ് ആൻഡ് മാൻ ഇല്ലാത്തൊരു വൗ ഇല്ല. There is no vow without God and without man. ഈ വൗ എടുത്തു കഴിഞ്ഞാലുള്ള മറ്റൊരു പ്രത്യേകത ഒരിക്കലും ബ്രേക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. Once you make a vow, the significance of it is you cannot break it. അതൊക്കെ എനിക്ക് നിങ്ങൾക്കറിയാം, അങ്ങനത്തെ നിരവധി പാസേജ് തിരുവഴുത്തിനകത്തുണ്ട്. പക്ഷേ വി ഹാവ് നോ ടൈം ടു ഗോ എവ്രിവെയർ. അതുകൊണ്ട് തീരുമാനം ദൈവസന്നിധിയിൽ എടുത്താൽ, തീരുമാനം എന്ന വാക്കിനേക്കാൾ കുറച്ചുകൂടെ കടുപ്പമാണ് ആ നേർച്ച, വൗ എടുത്തു കഴിഞ്ഞാൽ cannot be break. So if you, there is multiple verses in the scripture where vows are said, but I don't have time to go through all that. But if you make a vow, it cannot be broken. നിങ്ങൾ തിരുവഴുത്തിനകത്തെടുത്ത ഒത്തിരി പ്രതിജ്ഞകൾ അല്ലെങ്കിൽ അങ്ങനത്തെ തീരുമാനങ്ങളെ ഒന്ന് ഓടിച്ച് നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരാനായിട്ട് പറ്റുമോ? Can you bring to your mind the vows that you have made according by the base of scriptures? ഞാൻ പറഞ്ഞതിനകത്ത് കുറച്ചുകൂടെ ക്ലാരിഫിക്കേഷൻ പറയാം. തിരുവഴുത്തിനകത്തുള്ള വൗ ഒന്ന് ഓർക്കാൻ പറ്റുമോ ആരെങ്കിലും ഭക്തന്മാരൊക്കെ എടുത്തേ? Can you recall the vows that are in the scriptures that the saints of God have spoken about? നമ്മൾ രണ്ട് സൺഡേ ചിന്തിച്ചായിരുന്നു, ലൂസിൽ വെച്ച് ജേക്കബ് ഒരു വൗ എടുത്തായിരുന്നു. We talked about a couple of Sundays where Jacob made a vow at Luz. ഇവിടെ ഹന്ന ഒരു വൗ എടുക്കുകയാണ്. Here Hannah is taking a vow. ഇനിയും മത്സ്യത്തിന്റെ വയറ്റിൽ കിടക്കുന്ന യോന ഒരു വൗ എടുക്കുന്നുണ്ട്. Jonah, when he was in the fish's belly, he made a vow. പുതിയ നിയമത്തിലേക്ക് വന്നു കഴിഞ്ഞാലും ആ നിലയിലൊക്കെ ആ ഒരു വാക്ക് അങ്ങനെ ഇല്ലെങ്കിലും സങ്കീർത്തനത്തിലും എല്ലാം ഇങ്ങനെ ദൈവസന്നിധിയിൽ ഭക്തന്മാരെടുക്കുന്ന നേർച്ചകൾ കാണാം. In the scriptures, even in the New Testament and in Psalms, we can see the vows that the saints of God have taken. നമുക്ക് ഈ വളരെ ഭയമുള്ള ചില നേർച്ചകളൊക്കെ ജഡ്ജസിന്റെ പുസ്തകത്തിനകത്തുണ്ട്. In the book of Judges, we see some vows that are very fearful, that make us fearful. ഞാൻ അങ്ങോട്ടേക്കൊന്നും പോകുന്നില്ല. I'm not going there. എന്നാൽ ഇത് ഈ തീരുമാനം, ഈ പ്രതിജ്ഞ എടുത്ത എല്ലാ സാഹചര്യവും നമ്മൾ ഒരുമിച്ച് കൊണ്ടുവന്നാൽ, if you take all the circumstances what made them take the vow, അല്ലെങ്കിൽ ഈ തിരുവഴുത്തിനകത്തെ ആ തീരുമാനമെടുത്ത വൗ എടുത്ത എല്ലാ പാസേജും നമ്മൾ ഒരുമിച്ചൊന്ന് കൊണ്ടുവന്നാൽ, if we compile all the passages where vows were made, ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. one thing we can understand, vows are often made in unpleasant situation. vows are often made in unpleasant situations. എല്ലായിടത്തും നോക്കൂ, In all throughout the scriptures, യാക്കോബിന് മുന്നോട്ട് വഴി അറിയില്ല, ഒരു തീരുമാനത്തിലേക്ക് വരികയാണ്. when Jacob could not see the first steps in front of him, he made a vow at that time. ഹന്നയ്ക്ക് വീട്ടിൽ താമസിക്കാൻ പറ്റുന്നില്ല, ഒരു നേർച്ചയിലേക്ക് വരികയാണ്. Hannah cannot stay at home, cannot live in her own house, so she is making a vow at that time. യോനായ്ക്ക് പുറത്തു വരാൻ ഒരു മാർഗവും ഇല്ല, ഒരു തീരുമാനത്തിലേക്ക് വരികയാണ്. Jonah has no opportunity to come out of the fish's belly, so at that point he's making a vow. ഇസ്രായേൽ പരാജയത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോഴാണ് അവർ ദൈവസന്നിധി തീരുമാനത്തിലേക്ക് വരുന്നത്. When Israel is in the forefront of defeat, that's the time when they are taking a vow. Praise Lord. Praise Lord. അങ്ങനെയെങ്കിൽ ഇതിനകത്തുനിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം, One thing that we learn from these scriptures are, മനുഷ്യനും ദൈവവും തമ്മിലാണ് നേർച്ച നേരുന്നത്. we are making vows between man and God. ഇങ്ങനെ തീരുമാനമെടുത്ത എല്ലാ സാഹചര്യവും അൺപ്ലസന്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരുന്നു. All situations were unpleasant when they made their vows. മുന്നോട്ട് പോകാൻ ഒരു വഴിയില്ലാതെ നിൽക്കുമ്പോഴാണ് തമ്പുരാന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നത്. When there's no other opportunity or escape way, that's when they made their vows. ജീവിതത്തിന്റെ ഒരു ക്ലൈമാക്സിലാണ് ഇവരെല്ലാവരും ആ വൗ എടുത്തേക്കുന്നത്. When they reached the climax of their life situation, that's when they made their vows. ഇത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠം എന്നാണെന്നറിയാമോ? One lesson we learn from it is, ഇവരെല്ലാം ഈ നേർച്ച നേർന്ന് ദൈവസന്നിധിയിൽ നിവർത്തിക്കാൻ തയ്യാറായപ്പോൾ അവരുടെ ലൈഫ് സ്മൂത്തായി എന്നാണ്.
When they made the vow and made the decision with the Lord, their life started becoming smooth after that. നിങ്ങൾ എല്ലാ പാസേജും എടുത്തു നോക്കിക്കോളൂ, അവര് പിന്നെ വളരെ സമാധാനമായിട്ട് ജീവിക്കാനായിട്ട് തുടങ്ങിയെന്നാണ്. If you take any part of the scriptures, after they made their vow, their life became pleasant and peaceful after that. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ ജീവിതത്തിന്റെ ക്രൈസിസിൽ നാം തമ്പുരാന്റെ സന്നിധിയിൽ തീരുമാനിക്കുന്ന നേർച്ചകൾ, വൗ എല്ലാം നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായിരിക്കും. അത് മുന്നോട്ട് പോകാനായിട്ട് നമ്മളെ സഹായിക്കാൻ തമ്പുരാന്റെ ഇടപെടലിനുള്ള വഴിയാണെന്നാണ് തിരുവെഴുത്ത് നമ്മളോട് പറയുന്നത്. The scripture is saying that in the time of crisis, when we make those vows will give us opportunities to move forward in the ways of the Lord. ഞാൻ നിങ്ങളോട് വളരെ ആത്മാർത്ഥതയോടെ ഒരു കാര്യം പറയാം. Let me tell you something sincerely. ജീവിതത്തിൽ ഒരു സാഹചര്യത്തിലും മുന്നോട്ട് പോകാൻ കഴിയുന്നില്ലെങ്കിൽ, If you cannot go forward in your life situation, ഈ മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന് ഞാൻ തീരുകയുള്ളൂ, അല്ലെങ്കിൽ ഇവിടം കൊണ്ട് ഞാൻ അവസാനിക്കുകയുള്ളൂ എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ, if you think that I'm going to be in this fish's belly and be consumed here, if that's what you're thinking, ഈ പോയിന്റിൽ നമ്മളെ എത്തിച്ചിരിക്കുന്നത് ദൈവമാണ് എന്ന കാര്യം മറന്നു പോകരുത്. when you reach that point of crisis in your life when you cannot do anything, God has brought that upon you. സങ്കീർത്തനത്തിൽ വായിക്കുന്ന പോലെ എന്റെ മുന്നും പിൻപും എല്ലാവൻ അടച്ചു, മനുഷ്യരെ എന്റെ മേളിക്കട് ഓടുമാറാക്കി. എന്തിനാണെന്നറിയാമോ? തമ്പുരാൻ എന്റെ മേൽ ചില കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. ആ പോയിന്റിൽ എന്നെ കൊണ്ട് നിർത്തിയേക്കുകയാണ്. അതാണ് തിരുവെഴുത്തിനകത്തെ സകലവും നമ്മളെ പഠിപ്പിക്കുന്ന പാഠം. All the vows teach us, like the psalmist says, you shut the doors in front of me and behind me, and the enemies ran over me. But when God brings all that in your life, it is to prove his grace over you. ദൈവസന്നിധിയിൽ നാം എടുക്കുന്ന തീരുമാനങ്ങൾ നിശ്ചയമായിട്ടും നമ്മുടെ പ്രശ്നത്തിന് പോലും പരിഹാരമായിരിക്കുമെന്ന വസ്തുതയാണ് തിരുവെഴുത്ത് നമ്മളോട് പറയുന്നത്. The truth the scripture is telling is that when we make vows, that there will be deliverance even for our problems. ഇങ്ങനെ സാധാരണ ഞാൻ ഈ പ്രസംഗിക്കാൻ നേരത്തെ പറഞ്ഞതല്ല, നിരാശയിലെ പ്രാർത്ഥന ചിലപ്പോൾ ദൈവം കേൾക്കുകയില്ല. When you're desperate or when God does not hear sometimes the prayer when you're really down and ഭക്തന്മാരുടെ കാര്യം എടുത്തു വെച്ചാൽ മതി, OT സെയിൻസിന്റെ കാര്യം എടുത്താൽ മതി, മതി കർത്താവേ ചത്താ മതി എന്നൊക്കെ പറയും, കർത്താവ് കേൾക്കുകയില്ല. We see that in the Old Testament the saints are saying, Lord, this is enough, let me die. But God does not hear those prayers. അങ്ങനെ വല്ലതും ആയിരുന്നെങ്കിൽ നമ്മൾ ആരെങ്കിലും ഇവിടെ കാണുമായിരുന്നു. If that was a thing, then none of us would have been here. അങ്ങനെയെങ്കിൽ നിരാശയിലെ പ്രാർത്ഥന കേൾക്കുകയില്ല. വേദവസം മൊത്തം വായിച്ചു നോക്കിയുള്ളൂ. When we are down or depressed, God does not hear that prayer at that time. എന്നാൽ വേദനയിലെ തീരുമാനം നമ്മൾ അനുസരിച്ചാൽ, But when you are burdened and in pain and when you make a vow at the time, ആ തീരുമാനം നമ്മൾ ഒബേ ചെയ്താൽ, and if you obey those the vows that you make, തമ്പുരാൻ കാര്യങ്ങളെ സ്മൂത്ത് ആക്കുകയാണ് എന്ന് തിരുവെഴുത്ത് നമ്മളോട് പറയുക. the scripture says that God will make those paths or smoothen those ways for you. നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം. Let's come back to this point. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എനിക്ക് ആ ഹോൾ ചാപ്റ്ററിനകത്തുനിന്ന് ഒരു ചെറിയ എക്സ്പോസിഷൻ നടത്തണം. I want to expose from the whole chapter. ഞാൻ എല്ലാ സന്ദേശത്തിലും എക്സ്പോസിഷൻ എന്ന് പറയുന്നത് എനിക്ക് അത് പറഞ്ഞാലേ ഒരു സന്തോഷമുള്ളത് കൊണ്ടാണ്. Only if I tell expose this material do I rejoice in the word of God. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ നാളുകളിൽ പ്രസംഗിക്കുമ്പോഴും ടേക്ക് എ പാസേജ് ആൻഡ് ഗീവ് എക്സ്പോസിഷൻ. അതാണ് അതിന്റെ കൃത്യാർത്ഥം. When you speak, also take a passage and expose from that passage. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഫസ്റ്റ് സാമുവേൽ ചാപ്റ്റർ ആദ്യത്തെ 5 വാക്യം എടുത്തിട്ട് അതിന് എക്സ്പോസിഷൻ കൊടുക്കുക. വളരെ ആവശ്യമാണെങ്കിൽ മാത്രം അനദർ പാസേജിലേക്ക് പോകുള്ളൂ. ഓൾവേസ് സ്റ്റാൻഡ് ദെയർ. ദാറ്റ് ഈസ് എക്സ്പോസിഷൻ. Where exposition means you take the first chapter, Samuel first chapter, take 5 verses and stay on that and talk about that. വളരെ അർജന്റ് ആണെങ്കിൽ അപ്പുറത്തോട്ട് പോകാം. Then if you need to go forward, then you move forward with that. പിന്നെ പോകുന്ന വഴിക്ക് പോകരുത്, തിരിച്ചു ഇവിടെ തന്നെ വരണം. And don't go away, but come back to the topic of where you ഓക്കെ, നമുക്ക് ഈ വിഷയത്തിലേക്ക് നോക്കാം. ഇവിടെ ചാപ്റ്റർ 1 നിങ്ങൾ നോക്കിയേ. First Samuel chapter 1 verse 1. അവിടെ ഒരു സ്ഥലപ്പേരുണ്ട്, രമാഥയും സോഫിയും. There is a place named രമാഥയും Ramadim and Zuphite. അത് അവര് താമസിച്ചിരുന്ന സ്ഥലപ്പേരാണ്. That is the place where they lived. ആ വീട്ടിൽ 2 ഭാര്യമാരും ഒരു ഹസ്ബൻഡുമാണ് ഉള്ളത്. The household in that place was 1 husband and 2 wives. അതിൽ ഒരു ഭാര്യ പെനിന്നായിക്ക് നിരവധി മക്കളുണ്ട്.
Penina had multiple children. എന്നാൽ എല്ലാം കൊണ്ട് നോക്കുമ്പം പെനിന്നയാണ് അനുഗ്രഹിക്കപ്പെട്ടവൾ. When we look at externally, Penina is very blessed. പക്ഷേ ക്രിസ്ത്യാനികളാരും പെനിന്ന എന്ന് അവരുടെ മക്കൾക്ക് പേരിടാറില്ല. ആരെങ്കിലും ഇടാറുണ്ടോ? But nobody names their child Penina. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? Have you heard any names? എന്നാൽ ഹന്നായും അന്നയൊക്കെ തട്ടിയിട്ട് നടക്കാൻ വരും ഇഷ്ടം പോലെ ഉണ്ട്. But there's a name Hannah. People have named their children after Hannah. ഈ അബ്രഹാമിന്റെ പേര് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ അതിനെക്കാട്ട് എത്രയോ സ്മൂത്ത് നെയിമാണ് ലോത്ത്. ആർക്കെങ്കിലും ഉണ്ടോ? Abraham's name, there's multiple people who have Abraham's name, but does anybody have Lot by the name Lot? ഇത് വാസുദി ലോത്ത് ഒരു പാവമായിരുന്നു. ചരിത്രം വായിച്ചു നോക്കിയാൽ മതി. If you look at the history, Lot was a good man. എന്താ ഈ ഹന്ന എന്ന പേരിടാൻ കാര്യം? What is the reason for the name Hannah? ഹാനയുടെ ജീവിതമാണ്. It is the life of Hannah. ഹന്നയെ നമ്മൾ ഇത്രയധികം പ്രസംഗിക്കാൻ കാര്യം എന്നാ? What is the reason people preach about ആ Hannah so much? എക്സംപ്ലറി ലൈഫ് നമ്മളെ സ്വാധീനിച്ചതാണ്. Her exemplary life has drawn us to her. ഇവിടെ ഹന്നയുടെ ജീവിതത്തിലെ ഒരു മൈൽ സ്റ്റോൺ ആയിരുന്നു ഈ പ്രാർത്ഥന, ഈ നേർച്ച. The vow that she made was a milestone in Hannah's life. തിരുവെഴുത്ത് വായിച്ചാൽ ഇവിടെ ഈ ഫസ്റ്റ് സാമുവേൽ വരെ ആകുമ്പോൾ മക്കളില്ലാത്ത നാല് പേരെ കാണാം. When we read the first Samuel, we see a person who did not have children, 4 people who did not have children. അവർക്ക് പിന്നീട് ദൈവം മക്കളെ കൊടുക്കുന്നു. Later God gives them children. ഒന്നോർത്ത് നോക്കിയേ, സാറ അല്ലേ ആദ്യം. First one was Sarah, Rebecca, റാഹേൽ, Rachel, ഇവിടെ ഹന. and here Hannah. ഇവരൊക്കെ ക്രൈസിസിലൂടെ പോയവരാണ്. They all went through the same crisis. ഈ വീട്, എനിക്കിത് വിശദമായിട്ട് പറയാൻ സമയമില്ല, ഈ വീട് വാസ്തവത്തിൽ ഹന്നയെ സംബന്ധിച്ചിടത്തോളം ഈ പോളിഗമിയുടെ ദുരന്തം എന്താണെന്ന് മനസ്സിലായ ഒരു വീട്, ഒരു വ്യക്തിയാണ്. In this household, especially Hannah knew what the effect of polygamy was. പിള്ളേർക്കെല്ലാം പോളിഗമി വാക്കറിയായിരിക്കുമല്ലോ അല്ലേ? You all know the meaning of polygamy, ഒന്നിലധികം ഭാര്യമാര്, having multiple wives. ഹന്നയ്ക്ക് കൃത്യമായിട്ട് അതിന്റെ വേദന അറിയാം. ഈ അധ്യായം വായിച്ചാൽ മതി. When we know, Hannah exactly knew the pain of that situation. അവൾ ജീവിക്കുന്ന വീട് ഒരു സ്വസ്ഥതയുമില്ലാത്ത വീടായിരുന്നു. There was no peace in the household that Hannah was living. കാരണം ദൈവം ഹന്നയ്ക്ക് മക്കളെ കൊടുത്തിരുന്നില്ല. അതാണ് വിഷയം. The reason was Hannah did not have children. എപ്പോഴും വേദനിപ്പിക്കുന്ന മറ്റൊരു സ്ത്രീയോടുകൂടെ ഒരു വീട്ടിൽ താമസിക്കുക എന്ന് പറയുന്നത് വളരെ ദുരന്തമാണ്. It is very hard to live with a person who provokes you at all time. ഇവിടെ നമുക്കറിയാം ഹന്നായ്ക്കും മക്കളില്ലാഞ്ഞത് ദൈവം കൊടുത്തില്ല എന്നാണ് വായിക്കുന്നത്. We see that Hannah did not have children because God did not give her children. ഈ പോളിഗമിയുടെ തിന്മ എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ ഈ അധ്യായം ശ്രദ്ധിച്ചു വായിച്ചാൽ അറിയാം. If you want to know the consequences of polygamy, you have to read this chapter. കണ്ണുനീരും വേദനയും പട്ടിണിയും ദുഃഖവും ഒക്കെ അനുഭവിച്ചു കഴിയുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട സ്ത്രീയെ പരിചയപ്പെടുത്തുകയാണ് ചാപ്റ്റർ 1. Chapter 1 brings to us a picture of a woman who's experiencing the consequences of polygamy, the bitterness, the hunger, the poverty, everything she experiences. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഹന്നയ്ക്ക് വീട്ടിൽ സ്വസ്ഥതയില്ല. Hannah does not have peace in her own house. ഈ ഒരു ബലഹീനത കൊണ്ട് അവൾ ആരുടെ മുന്നിൽ അപ്പിയർ ചെയ്യാനുള്ള സാധ്യത കുറവാണ്. She does not want to appear in front of people because of this thing in her life. രണ്ടാമതൊരു മനുഷ്യന്റെ ആശ്രയം എന്ന് പറഞ്ഞാൽ ചർച്ചാണ്. വീട്ടിൽ സ്വസ്ഥതയില്ല, പിന്നെ ചർച്ചാണ് ആശ്രയം. The other place people go to is church. ഹന്നയ്ക്ക് ചർച്ചിൽ ചെന്നപ്പോൾ അവിടെയും സ്വസ്ഥത ഇല്ല. Hannah did not have peace even when she went to the church. അവിടെ വീട്ടിൽ അവൾക്ക് സമാധാനമില്ലായിരുന്നു. There's no peace in her house. അവൾ ജീവിച്ചിരുന്ന സൊസൈറ്റിയിലും അവൾക്ക് The സമാധാനമില്ലായിരുന്നു. society did not give her peace. അവൾക്ക് ഏക ആശ്രയമായിരുന്ന സഭയിലെ അധ്യക്ഷന്റെ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടതായിരുന്നു. The church that she went to, the priest his eyes were dimmed, so he could not see. വീട്ടിലും നാട്ടിലും സഭയിലും ഒന്നും ഒരു സ്വസ്ഥതയുമില്ലാതെ ജീവിച്ച ഒരു സഹോദരി. Hannah, a woman who lived with no peace in her house, in the society, in the church, nowhere she had peace. ഈ സാഹചര്യത്തിലാണ് ഹന്ന ദൈവസന്നിധിയിൽ ഒരു പ്രതിജ്ഞ എടുക്കുന്നത്. In the circumstances like this, Hannah made a vow with God. ഈ ഹന്ന ഭയങ്കര
ഭയങ്കര കഴിവുള്ള സ്ത്രീയായിരുന്നു. വായിച്ചാൽ മതി. If you read, Hannah was a very efficient lady. 2-ാം അധ്യായത്തിൽ ഒരു മനോഹരമായൊരു പാട്ട് ഹന്ന പാടുന്നുണ്ട്. In chapter 2, she sings a beautiful song. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടുണ്ട്, മിരിയാം തപ്പെടുത്ത് പാടി എന്ന് പറഞ്ഞ് നമ്മൾ പാട്ടൊക്കെ പാടാറുണ്ട്. Often we sing that Miriam took the timbrel and sang the song. നിങ്ങൾ എക്സോഡസ് വായിച്ചാൽ മതി, മിരിയാം പാടിയ പാട്ട് മോശയുടെ പാട്ട് പാടിയെന്ന് എഴുതി വെച്ചേക്കുന്നത്. മിരിയാം വലിയ ആർട്ടിസ്റ്റ് ഒന്നും ആയിരുന്നില്ല. Miriam was not an artist. She sang the song of Moses. That's what is written in the book of Exodus. അല്ല, ഹന അങ്ങനല്ല. But Hannah is not like that. ഞാൻ നമ്മുടെ ഒരു ഈവനിങ് മീറ്റിങ്ങിന് ഒരു 5-6 മാസം മുമ്പ് ആ പാട്ടൊന്ന് പ്രബോധിപ്പിച്ചായിരുന്നു. അതിന് നമ്മളീ പലരും അതിനകത്തില്ലല്ലോ, അതുകൊണ്ട് അറിയാൻ പാടില്ല. അതുകൊണ്ട് പിന്നെ ഒരു ദിവസം പറയാം. I will tell that song later, but I had mentioned about it in a evening meeting. പിന്നെ ഒരു ദിവസം പറയാം. I will speak about it later. ഇവിടെ ഈ 2-ാം അധ്യായത്തിൽ മനോഹരമായ ഒരു പാട്ടുണ്ട്. In chapter 2, there's a beautiful song that Hannah sings. വാസ്തവത്തിൽ ഈ പാട്ടിന്റെ ഒരു റിപ്പീറ്റേഷൻ ആണ് മറിയം ലൂക്ക് ചാപ്റ്റർ 2-ൽ പാടുന്ന പാട്ട്. The repetition of this song you will see in Luke chapter 2 when Mary sings it. നിങ്ങൾ ഈ 2 പാട്ടുകൂടെ എടുത്തു നോക്കണം. ഹന്ന പാടിയതിന്റെ ഒരു എക്സാക്ട് ഫോട്ടോകോപ്പിയാണ് മേരി പാടുന്നത്. The same song that Hannah sang is an exact photocopy of this song you will see in what Mary sang in Luke 2. Luke 2:46-56 നമുക്ക് ആ കാര്യം കാണാം. Luke chapter 2 verses 46 through 56. ഞാൻ ഈ പറഞ്ഞു വരുന്ന അർത്ഥം, ഇത്രയും ആത്മീയമായി മുന്നിൽ നിന്ന ഈ സഹോദരി കടന്നു പോകുന്ന ക്രൈസിസ് കണ്ടോ? You see such a spiritual lady. Look at the crisis that she is going through. പെനിന്നയേക്കാൾ സ്പിരിച്വൽ ആണ് ഹന. Hannah is spiritual than Penina. ഏലിയേക്കാൾ കാഴ്ചപ്പാട് ഹനായിക്കുണ്ട്. Hannah's vision was greater than Eli's. ഹന്നായിക്കുള്ള ദൈവത്തിന്റെ ആ നോളജ് അറിയണമെങ്കിൽ ഈ പാട്ട് പാടി നോക്കിയാച്ചാൽ മതി. ഇത്രയും ഹൈലി സ്പിരിച്വൽ ആയിട്ട് ജീവിച്ച ഹന്ന ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ക്രൈസിസിലൂടെ പോവുകയാണ്. We see that Hannah, the song that she sang, she was so devoted to God, and that Hannah is going through a crisis in her life. വേറെ ആർക്കും ഉത്തരം കൊടുക്കാൻ കഴിയാത്ത ഒരു പോയിന്റിൽ ഹന്നയെ കൊണ്ടുപോയി ദൈവം നിർത്തിയേക്കുകയാണ്. God brought Hannah to a point where nobody can answer her prayers. That's the point she's at. ആർക്കും no one can help her. No one could help her. നിങ്ങൾ വായിച്ചു നോക്കി, എന്ത് പറഞ്ഞ് ഹെൽപ്പ് ചെയ്യാൻ പറ്റും? What can people comfort her with or help her with? പ്രാർത്ഥിക്കാൻ പോയാൽ അവിടെ സമാധാനമില്ല, വീട്ടിൽ വന്നാൽ അവിടെ സമാധാനമില്ല, സൊസൈറ്റിയിൽ അപ്പിയർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇതിന്റെ നടുവിലും ദൈവബോധം ആ സഹോദരിയുടെ ഉള്ളിലുണ്ടായിരുന്നു എന്നതാണ്. So Hannah could not go to the community because there's no peace there. In the church there's no peace. In our house there is no peace. But in the midst of all this, Hannah knew God. എന്നാൽ തമ്പുരാൻ എല്ലാ വഴിയും അടയ്ക്കുമ്പം എവിടെയെങ്കിലും ഒക്കെ ഒരു ചെറിയ കാര്യം കർത്താവ് അനുകൂലമാക്കി വെക്കൂ എന്നത് വേദപുസ്തകത്തിനകത്തുണ്ട്. We see that when God shuts all other ways, there's some way, some door that he will open. അങ്ങനല്ലേ? 100% അടച്ചിട്ടുണ്ടോ? നമ്മുടെ എല്ലാം എവിടെയെങ്കിലും ഒക്കെ സമാധാനത്തിന് കർത്താവ് ഇച്ചിരി വെച്ചിട്ടുണ്ട്. God will give us peace somewhere or the other. He doesn't shut all the doors. ഹന്നയുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്തായിരുന്നു അറിയാമോ? What was the greatest fortune that Hannah had? അനുഗ്രഹിക്കപ്പെട്ട ഒരു ഹസ്ബൻഡിനെ കിട്ടിയായിരുന്നു. She had a blessed husband. അവിടെ നിന്ന് ഇച്ചിരി കാര്യം പറയാൻ കുഞ്ഞുങ്ങളോടൊക്കെ ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു. നോക്കട്ടെ, സമയത്തിന്റെ അടുത്ത് വെച്ച് പറയാം. I wanted to say something more, but I will tell next week. ഈ 1:8 ഒന്ന് നോക്കിയേ. 1:8. Look at chapter 1 verse 8. Her husband Elkanah would say to her, Hannah, why are you weeping? Why don't you eat? Why are you downhearted? Don't I mean more to you than 10 sons? നിങ്ങൾ ആ വാക്യം കണ്ടോ? ഹന്നയോട് എൽക്കാന, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങളോടൊരു ചോദ്യമായിട്ട് അങ്ങ് ചോദിക്കുക. ബൈബിളിലെ ഏറ്റവും നല്ല ഹസ്ബൻഡ് ആരാണെന്ന് പറഞ്ഞാൽ ആരുടെ പേരെഴുതും? ഇപ്പം ഞാനിത് വായിപ്പിച്ചതുകൊണ്ടല്ലേ നിങ്ങളത് ഓർത്തെ? എൽക്കാനയ്ക്ക് പകരം വെക്കാൻ ഒരാളില്ലെന്നാണ് പറയുന്നത്. There's nobody to replace Elkanah if you look in the Bible. നിങ്ങൾ ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചു. എനിക്ക് എൻ്റെ സമയം തീർന്നു, എനിക്കിത് പ്രസംഗിക്കാനൊന്നും സമയമില്ല. You look at the verse 8. അവളുടെ ഭർത്താവ് അവളോട് ചോദിക്കുന്ന 3 കാര്യമുണ്ട്, 4 കാര്യമുണ്ട്. എന്തിനാ ഇങ്ങനെ കരയുന്നേ? Her husband is asking her, why are you weeping? എന്നെ കഴിക്കാതെ കിടക്കുന്നേ? Why don't you eat? എന്തിനാ നീ വ്യസനിക്കുന്നേ? Why are you downhearted? ഇത് നമ്മളെല്ലാം അങ്ങോട്ടും കൂടി ചോദിക്കുന്ന കാര്യമാണ്. We ask each other that. ഇല്ലേ, വിഷമം കൊണ്ടോ? നീ എന്തിനാ കരയുന്നേ? Why are you crying? നീ എന്നാ കഴിക്കാൻ കിടക്കുന്നേ? Why are you not eating? എന്നാ നീ ഇങ്ങനെ വിഷമിക്കുന്നേ?
Why are you downhearted? അടുത്ത കാര്യം പറയാൻ പാടാ. But the next one is hard to say. അടുത്ത കാര്യം എന്നതാ? അത് നിങ്ങൾ ചിരിക്കണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ? It's both ways. ഇതൂടെ പറയണ്ടേ, ആ കൂടി ഞായറാഴ്ച എല്ലാവരും കിട്ടുള്ളൂ. I have to say all this. ഈ മൂന്ന് കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ ഒരു കുഴപ്പമില്ല. പക്ഷേ നാലാമത്തെ കാര്യം, ആ ഒരു ഒറ്റ ക്വാളിറ്റിയാണ് ഹന്നായെ പിടിച്ചു നിർത്തിയത്. The first three questions are easy to say, but the fourth one is the difficult one, and that's what held Hannah together. സാധാരണ ഇങ്ങനെ പറയാറുണ്ട്, ലോകത്തിലേക്ക് ഏറ്റവും വലിയ ഭാഗ്യം നല്ല സമാധാനമുള്ളൊരു ലൈഫ് പാർട്ട്ണറെ കിട്ടുക എന്നുള്ളതാണ്. The greatest blessing in the world is to get a peaceful life partner. കുഞ്ഞുങ്ങളെ കോളേജിലോട്ടൊക്കെ പോവാണ്, ജീവിതത്തിലേക്ക് ഏറ്റവും നല്ല ഭാഗ്യം നല്ല ഒരു ലൈഫ് പാർട്ണർ എന്ന് പറഞ്ഞാൽ ദൈവഭയമുള്ള ആത്മീയതയുള്ള ഒരാളെ കിട്ടുക എന്നുള്ളതാണ്. അല്ലാത്തതൊക്കെ 2 ദിവസം കഴിയുമ്പോൾ പ്രയാസമാകും. ഈ കാര്യം മറന്നു പോകരുത്. Children, the greatest blessing in life is to get a nice partner, blessed partner, a spiritual partner. That's the greatest thing, because the rest, for 2 days it may last, but then it will vanish after that. ഈ 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, അവിടെ ആ 8-ാം വാക്യം പറയുമ്പോൾ ആ സമയത്ത് തന്നെ പെനിനിയുമായിട്ട് എന്തോ പ്രയാസം ഉണ്ടായതായിട്ട് നമുക്ക് കാണാം. As we read this chapter, verse 8, we know at that moment also there's some disconnect between Penina and Hannah. ഇനി ആ 8-9 നോക്കിയ verse 9. Go into verse 9. Once when they had finished eating and drinking in Shiloh, Hannah stood up. Now Eli the priest was sitting on his chair by the doorpost of the Lord's house. എനിക്കത് വിവരിക്കാനായിട്ട് സമയം പോരാ. 8-ാം വാക്യത്തിനകത്ത് അവൾ കരഞ്ഞും നിലവിളിച്ചും വ്യസനപ്പെട്ടും പട്ടിണിയും കിടക്കുകയാണ്. 9-ാം വാക്യത്തിനകത്ത് മറ്റൊരു കാര്യമുണ്ട്. In verse 8 we see that she's hungered, she's weeping, and she's downhearted. But in verse 9 it's a different situation. അവര് കാർ എടുത്തുകൊണ്ട് ഹോട്ടലിൽ പോയി ആഹാരം കഴിച്ചു എന്നാണ് ആ വാക്യം. It means that they went out for lunch together. ഈ രാമയും ഈ ശീലോവും തമ്മിൽ 15 മൈൽ ദൂരമുണ്ട്. The distance between Ramathim and Shiloh is 15 miles apart. ഒരാൾ പറഞ്ഞത്, ലൈഫ് പാർട്ണർക്ക് എന്തെങ്കിലും സങ്കടവും ദുഃഖമാണെങ്കിൽ അന്നേരം കാർ എടുത്തുകൊണ്ട് ഹോട്ടലിൽ പോയി ആഹാരം കഴിച്ചിട്ട് വന്ന കാര്യത്തിന് പരിഹാരം ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. Somebody said that if there's anything, if the life spouses are sad or anything, take your car, go out for lunch and come back, then everything will be solved. ഈ ഫുഡിന് വളരെ സ്വാധീനമുണ്ട്. The food has a very important place. ശരീരത്തിന് മാത്രമല്ല മനസ്സിന്, അല്ലെ പരീക്ഷിച്ച് ചോദിക്കൂ. Not only for the body but also for the soul. ഓക്കെ, ഞാൻ ഹന്നായെ നിങ്ങളുടെ മുന്നിലേക്ക് ഒന്ന് കൊണ്ടുവരുന്ന ആ വീടിനെ. I was just bringing Hannah in front of you this morning. കഷ്ടതയിലായിരുന്നു, പ്രയാസത്തിലായിരുന്നു. അവർ ശീലോഹിൽ പോയി ഒരാഹാരം കഴിച്ചു വരുന്ന ഭാഗമാണ് 9-ാം വാക്യം. We see that she was in hungry and downhearted, but they went together for lunch and came back, and that's what verse 9 is about. ഇത്രയും ക്രൈസിസിന്റെ നടുവിലും, even in the midst of all this crisis, ഈ വീട് എല്ലാ വർഷവും യാഗമർപ്പിക്കാനായിട്ട് പോകുമായിരുന്നു. even in the midst of all this crisis, this household, all the people of this household would go every year to offer sacrifice. യാഗമർപ്പിക്കാൻ പോകുമെന്ന് മാത്രമല്ല, കൂടെ ഹന്നായി ഉണ്ടെന്ന് തെളിവുണ്ട് താഴത്തെ വാക്യത്തിൽ. Not only did they go to offer sacrifice, but Hannah was also accompanied in that group. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലെ സാഹചര്യങ്ങൾ ആത്മീയ കാര്യത്തിന് മുടക്കം വരാൻ അനുവദിക്കരുത്. Children of God, the life situations should not be a stumbling block in your spiritual growth. സ്തോത്രം. ഇങ്ങനെ ഈ ക്രൈസിസിലൂടെ ഹന്ന പോവുകയാണ്. As Hannah is going through the crisis in life, ജീവിതത്തിലെ ആ നിർണായകമായ പീക്ക് പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. she has reached the peakness of our crisis. അവിടെ നിന്നുകൊണ്ട് നമ്മൾ വായിച്ച 11-12 വാക്യം, ഹന്ന ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണ്. And standing in the peak of a crisis, Hannah is standing there and praying, verse 11 and verse 12. ഒരു 12-15 സെക്കൻഡ് പ്രാർത്ഥിച്ചാൽ തീരാവുന്ന ഒരു ഷോർട്ട് പ്രയർ. This is a short prayer that lasts for 12 to 15 seconds. നമ്മളൊക്കെ വളരെ ലോങ് ആയിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. Sometimes we pray long. എന്നാൽ ഇവിടെ ഒരു ഷോർട്ട് പ്രയർ ഹന്ന നടത്തുകയാണ്. But here this is a very short prayer that Hannah prayed. നിങ്ങൾ NIV-ൽ അതിന്റെ പദങ്ങൾ എണ്ണി നോക്കിയാൽ 49 വേർഡ്സ് അവിടെ ഉണ്ട്. It only consists of 49 verses. മലയാളത്തിൽ അതിന്റെ നേർ ഹാഫേ ഉള്ളൂ. In Malayalam there's only half of those verses. അതാ ഞാൻ പറഞ്ഞ 10-12 സെക്കൻഡ് കൊണ്ട് പ്രാർത്ഥിക്കാവുന്ന ഒരു പ്രാർത്ഥന. A prayer that can be said within 10 to 12 seconds. ഈ പ്രാർത്ഥനയിൽ ഏറ്റവും നിർണായകമായ ഒരു തീരുമാനത്തിലേക്ക് ഹന്ന വരികയാണ്.
In this short prayer, Hannah is coming to a great conclusion. എനിക്കൊരു ആൺ പൈതലിനെ തരണം. She's praying, I want a male child. എന്തിനാ? For what? തന്നാൽ ആ കുഞ്ഞിനെ നിനക്ക് തരാം. If you give me a male child, I will give that child back to you. കുഞ്ഞുങ്ങളില്ലാത്ത ഒരപ്പനും അമ്മയും എനിക്കൊരു ആൺകുഞ്ഞിനെ തരണമെന്ന് പ്രാർത്ഥിക്കാറില്ല. എനിക്കൊരു കുഞ്ഞിനെ തന്നാൽ മതി എന്നേ പ്രാർത്ഥിക്കാറുള്ളൂ. People who do not have children always pray, Lord, give me a child. They don't pray, give me a male child. പക്ഷേ വളരെ കാര്യങ്ങളെ മനസ്സിലാക്കി പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരി. Hannah who looked at the details and understood and prayed for. ഇവിടെ ഞാനത് വിശദമാക്കാൻ സമയമുണ്ടെങ്കിൽ നമ്മൾ ഈ വായിച്ച ഈ 12-ാം വാക്യം തീരുന്നിടത്ത് ഏലി അവളുടെ വായ സൂക്ഷിച്ചു നോക്കി എന്നാണ് വായിക്കുന്നത്. In verse 12, when we read carefully, we see Eli observed her mouth carefully. പല കാരണങ്ങളുണ്ട്. അതിനകത്ത് ഒരു കാര്യം ഏലിയുടെ കാഴ്ച കുറവായിരുന്നു. There are several things in that verse, but the reason is Eli's vision, eyesight was dimmed. ഏലി എക്സ്റ്റേണൽ ആയിട്ട് കാര്യങ്ങളെ കണ്ട് അവിടെ വിലയിരുത്തൽ നടത്തുകയാണ്. Eli is looking at the external of her and making decisions. വാസ്തവത്തിൽ ഹന്നയെ സഹായിക്കേണ്ടയാളാണ് ഏലി. Eli should have helped Hannah. ആത്മീയമായി മുന്നോട്ട് നടത്തേണ്ടയാളാണ് ഏലി. Eli is responsible for leading Hannah spiritually forward. ഏലിയുടെ ഫിസിക്കൽ ഐസ് മങ്ങിയെന്ന് മാത്രമല്ല, ഏലിയുടെ സ്പിരിച്വൽ ഐസും ബ്ലൈൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ അധ്യായം വായിക്കുമ്പോൾ. When we read this chapter, we see that Eli's not only his physical eyes was blinded, but his inner or spiritual eyes also was blinded. നമ്മുടെ ഒരാശ്വാസത്തിന് തിരുവെഴുത്തിന്റെ മറ്റൊരാശയം ഞാൻ പറയാം. Let me tell you, based on the scripture. നമ്മളെ സഹായിക്കേണ്ടവരും നമ്മളെ കരുതേണ്ടവരും നമുക്ക് വേണ്ടി നിൽക്കേണ്ടവരുടെയൊക്കെ കണ്ണ് മങ്ങുമ്പോൾ മങ്ങിടാത്ത ഒരു കണ്ണ് സ്വർഗത്തിലുണ്ട്. ആ കണ്ണ് ഹന്നായെ കാണുകയായിരുന്നു. When the worldly eyes that need to help us or need to be with us are dimmed, but the spiritual eyes of God was with Hannah and God helped her. അതുകൊണ്ടാണ് ഫിലിപ്പിയരോട് പൗൽ പറയുന്നത്, വിചാരപ്പെടരുത്, സന്തോഷിക്കണം, നമ്മുടെ കർത്താവ് അടുത്തിരിക്കുന്നു. അവർ ലോർഡ് ഈസ് നിയർ. That's why in Philippians Paul says, rejoice forevermore, our Lord is near. സ്തോത്രം. ഇവിടെ ഹന്ന പ്രാർത്ഥിക്കുകയാണ്, പക്ഷെ സൗണ്ട് കേൾക്കാനില്ല. Here Hannah is praying, but there's no voice heard. സൗണ്ട്ലെസ്, വേർഡ്ലെസ്, വോയിസ്ലെസ് നേർച്ചയായിരുന്നു ഹന്ന അവിടെ നേർന്നത്. Hannah made a vow that was voiceless, soundless. She made a vow there. വോയിസ്ലെസ്, സൗണ്ട്ലെസ്, വേർഡ്ലെസ് എന്താ പറഞ്ഞതെന്നും അറിയത്തില്ല, പക്ഷെ തമ്പുരാന് മാത്രമേ അറിയത്തുള്ളൂ. The wordless, she was voiceless, wordless and soundless, but only God knew what she was saying. വളരെ ദുഃഖകരമായ സാഹചര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് വരികയാണ്. In a very difficult situation in her life, she's making a decision. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനയെ ബാഹ്യമായി വിലയിരുത്തുന്ന, എക്സ്റ്റേണലായി വിലയിരുത്തുന്ന ഒത്തിരി ആളുകൾ ഉണ്ടായിരിക്കാം. എന്നാൽ നമ്മുടെ ഹൃദയനില അറിയുന്ന ഒരു ദൈവമുണ്ട്. ആ തമ്പുരാന്റെ സന്നിധിയിൽ നമ്മുടെ വേദനകൾ ഈ സാഹചര്യത്തിൽ പകരണം, നാം ഒരു തീരുമാനത്തിലേക്ക് വരണമെന്ന പാഠമാണ് ഹന്ന നമ്മളെ പഠിപ്പിക്കുന്നത്. What Hannah is trying to teach us is, in our life we will go through situations and people may not see us because they see the external part of it, but there is a God who knows our internal, and we should come into decision making or making vows with God in a crisis like that. That's what Hannah's prayer is teaching us. നമ്മുടെ നിരാശയുടെ, നമ്മുടെ വേദനയുടെ, നമ്മുടെ കഷ്ടതയുടെ നടുവിൽ തമ്പുരാനിലേക്ക് വന്നൊരു നേർച്ച എടുത്തു നോക്കിയേ, നിശ്ചയമായിട്ടും ദൈവം ഇടപെടും എന്നത് തിരുവെഴുത്തിന്റെ വസ്തുതകളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. In the midst of our crisis, in the midst of our painful situations, when we come in the presence of God and make a vow, that is what I'm trying to say based on Hannah's prayer this morning. ഈ തീരുമാനമെടുത്ത സാഹചര്യം നോക്കണം. You must understand the situation that Hannah was in. സ്പിരിച്വൽ ഡിക്ലൈൻ അവിടെ ഉണ്ട്. A time when there was a spiritual decline. ഏലിയുടെ മക്കൾ പുരോഹിതന്മാരായാൽ ആ രാജ്യത്തിന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. Eli's children were away, and you should understand the situation, spiritual situation of the country at that time. വേറെ ആർക്കും ദൈവവേലയെ പറ്റി ഒരു കാഴ്ചപ്പാടും ആ സമയത്തില്ല. Nobody had a vision of the work of God at that time. കർത്താവിന്റെ വേലയെ പറ്റി കാഴ്ചപ്പാടുള്ള ഒരു സ്ത്രീ ആ നാട്ടിലുണ്ടായിരുന്നു. അതാണ് അവളെ പോപ്പുലർ ആക്കിയത്. The Hannah had a vision of God, and that was what made her great. ഞാൻ ആത്മാർത്ഥതയോടെ ചോദിക്കട്ടെ, സ്പിരിച്വൽ ഡിക്ലൈൻ നമ്മുടെ ഇടയിൽ നടക്കുമ്പോൾ
അതിനെപ്പറ്റി ഉള്ളിൽ വേദനയുള്ള ഒരാളെങ്കിലും നമ്മുടെ ഇടയിലുണ്ടോ? When you see spiritual decline around us, is there anyone here who has a pain in relation to that? അന്നവിടെ 10,000-കണക്കിന് ആളുണ്ട്. പക്ഷേ ഈ ആത്മീയത അധപ്പതനം കണ്ടെത്തി പരിഹാരം കാണാൻ തീരുമാനിച്ചത് ഹന്ന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. It was a time when there was multiple people there, but the spiritual decline, Hannah was the only one who was able to see the spiritual decline and may pray. ആത്മീയ അധപ്പതനത്തിൽ അവളെടുത്ത തീരുമാനമാണ് അവളെ പോപ്പുലറാക്കിയത്. The reason why Hannah became popular is because the decision or the vow that she made at the time of that crisis or the spiritual decline. നമ്മുടെ എഡ്യൂക്കേഷൻ അല്ല, നമ്മുടെ ഡിഗ്രി അല്ല, നമ്മുടെ പണമല്ല, അവന്റെ മഹത്വത്തിനായിട്ട് നാം എടുക്കുന്ന തീരുമാനമാണ് ദൈവസന്നിധിയിൽ വിലയുള്ളത്. Our education, our money, nothing, or our position does not make any meaningful things, but it is the decisions that are steps that we take for the Lord in the time of our crisis. ഹന്ന ആലയത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുകയാണ്. Hannah went to the house of God and prayed. ആലയത്തിൽ ചെന്നപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി, ഇവിടെ എനിക്കൊരു മകനേക്കാൾ പ്രാധാന്യത ഇവിടെ ഒരു പുരോഹിതനാണെന്ന് മനസ്സിലായി. She understood more than receiving a son for myself, there's a need for the priest in this household. എനിക്കൊരു മകൻ വേണം, അത് വളരെ അത്യാവശ്യമാണ്. അതിനേക്കാൾ ആവശ്യം ദൈവാലയത്തിൽ പൗരോഹിത്യ ശുശ്രൂഷ നടത്താൻ ഒരുവൻ വേണമെന്ന തീരുമാനത്തിലേക്ക് അവളെ കൊണ്ടുവരാൻ ദൈവം അവളുടെ ജീവിതത്തിൽ അതെല്ലാം അനുവദിക്കുകയായിരുന്നു. Hallelujah. Hannah knew that she needed a child, but more than that, she gave priority. She knew that she needed the priesthood, there need to be a priesthood in the house of God, and that's what brought her to the situation of prayer here. അവളുടെ തീരുമാനം അവളുടെ ആവശ്യം സാധിക്കുന്നതിനേക്കാൾ പ്രയോറിറ്റി അവൾ ദൈവത്തിന്റെ കാര്യം സാധിക്കുന്നതിന് കൊടുത്തു. Her priority was not her own thing, but the God's priority was her importance. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആ സെൽഫിഷ് ഡിസയർ ഒക്കെ മാറ്റണമെന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം. What I'm trying to tell you is we should remove all our selfish desires these days. നമ്മുടെ ആവശ്യത്തിനേക്കാൾ ദൈവത്തിന്റെ കാര്യം നമ്മളിലൂടെ നടക്കണം, അതാണ് തിരുവെഴുത്ത് നമ്മളോട് പറയുന്നത്. More than our needs, we should pray that God's work should be done through us. ദൈവത്തിൽ നിന്ന് കിട്ടിയത് ദൈവത്തിന് അങ്ങ് തിരിച്ചു കൊടുത്തു. What she received from God, she gave back to God. നമുക്ക് എന്റെ സമയം തീരുന്നല്ലോ, ഞാൻ പെട്ടെന്ന് കൺക്ലൂഡ് ചെയ്യാം. Let me conclude soon. My time ഞാൻ is ending. ഈ പാസേജിൽ തന്നെ വരുന്ന ആഴ്ചകൾ ദൈവം വെച്ചു. I will be speaking from this passage in the coming days. ഇവിടെ ഹന്നായിക്ക് നമ്മൾ വേദപുസ്തകം വായിച്ചാൽ വേറെ ഒത്തിരി മക്കൾ ഉണ്ടാകുന്നുണ്ട്. 2:21 നോക്കിയാൽ മതി. When we see in chapter 2 verse 21, we see that Hannah had multiple children after that. സാമുവേൽ മാത്രമായിരുന്നില്ല, 2:21 വേറെ മക്കളുണ്ടായിരുന്നു. In Samuel was not her only child, she had other children after that. പക്ഷെ അവരുടെ പേര് പോലും നമുക്കറിയാൻ പാടില്ല. We do not know their names in this. പക്ഷേ സാമുവേലിനെ നമുക്കറിയാം. എന്താ? ദൈവനാമ മഹത്വത്തിനായിട്ട് സാമുവേൽ നിന്നതാണ് നമ്മൾ സാമുവേലിനെ അറിയാനായിട്ടുള്ള കാരണം. We know Samuel because Samuel stood for the Lord in a time like that. ഇവിടെ ഹന്ന എടുത്ത തീരുമാനം അവിടെ വീട്ടിൽ മാറ്റം വരുത്തി, അവിടെ നാട്ടിൽ മാറ്റം വരുത്തി, ആത്മീയ ഗോളത്തിൽ മാറ്റം വരുത്തി. The decision that Hannah made brought about change in her family, in her community, and in the spiritual world. അവൾ ഈ തീരുമാനമെടുത്ത് വീട്ടിലോട്ട് പോരുമ്പോൾ chapter 1:18 ഒരു വാക്യമുണ്ട്, പിന്നെ അവളുടെ മുഖം വാടിയില്ല. Once Hannah made that vow and was returning home, we read in verse 18 that her face was not downcast after that. 1:8 പട്ടിണിയും വേദനയും വാട്ടവും ഒക്കെയായിരുന്നു. പക്ഷെ തീരുമാനത്തിലേക്ക് വന്നു കഴിഞ്ഞ് തമ്പുരാന്റെ ആത്മാവിനാലുള്ള സമാധാനം അകത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ മുഖം വാടിയില്ല. Hallelujah. We read that in verse 8 that she was downcasted, she was hungry, she did not eat and all that. But after she made the vow and she was coming back, we read that in verse 18 that after that her face was no longer downcast. 6 മക്കളെ ദൈവ ഹന്നയ്ക്ക് കൊടുക്കുകയാണ്. Hannah had 6 children. പെനിന്നയെയും പെനിന്നയുടെ മക്കളെ പറ്റിയും ഒരു ഗുണവും ദൈവത്തിനുണ്ടായില്ല. The Penina's children, God had no benefit out of them. അവള് സന്തോഷത്തോടെയൊക്കെയാ ജീവിച്ചേ. She lived happily. പക്ഷെ തമ്പുരാൻ ഒന്നും പറയാനില്ല അവരെ പറ്റി. But God had nothing to say about Penina's children. അങ്ങനെ ആകരുത്. We should not be like എനിക്ക് that. വേണ്ടതെല്ലാം ഉണ്ട്, എനിക്കൊരു കുഴപ്പമില്ല, പക്ഷെ തമ്പുരാൻ എന്നെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടാകണം. God should be able to say something about us. പക്ഷേ ഹന്നയ്ക്ക് ഒന്നുമില്ല.
Hannah had nothing, വളരെ കഷ്ടതയിലായിരുന്നു. was in misery. ആ ക്രൈസിസിൽ അവൾ ഒരു തീരുമാനത്തിലേക്ക് വരികയാണ്. ഇന്ന് പകൽ അങ്ങനെ ഒരു സാഹചര്യം ദൈവം നമുക്ക് ഒരുക്കുന്നെങ്കിൽ അവസരം കളയരുത്. തമ്പുരാൻ ഇടപെടാനായിട്ടുള്ള സമയമാണിത് എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. In her crisis, Hannah made a vow. If we are in such a situation, it is our time to make a vow in the presence of God today. തിരുവെഴുത്തിൽ ഒരു സ്ത്രീ നേർച്ച നേർന്നത് ഈ ഹന്ന മാത്രമേ ഉള്ളൂ. In scriptures, we see that a vow that was made by women was only Hannah. ആ ഓൾ ഫസ്റ്റ് സാമുവേൽ വായിച്ചാൽ ഹന്നയുടെ നേർച്ചയെ ബേസ് ചെയ്തുള്ള ദൈവത്തിന്റെ ഇടപെടലായിരുന്നു. If we read the whole book of 1 Samuel, we see that based on Hannah's decision of vow, God started dealing with through the scriptures. നമുക്കറിയാം 3000 വർഷം മുമ്പ് നടന്നൊരു സംഭവമാണ് നമ്മൾ വായിച്ചത്. We read a scripture that was happened 3000 years ago. ഒരു ക്രൈസിസിൽ ഒരു സഹോദരി എത്തി നിൽക്കുന്നു. A lady who entered into a crisis, ഒരു തീരുമാനത്തിലേക്ക് വരുന്നു. who came into a vow, making അവരുടെ vow. ജീവിതത്തിൽ മാറ്റം ഉണ്ടാവുന്നു. Her life changes. ആ കുടുംബത്തിന്റെ അവസ്ഥ മാറുന്നു. The situation of family ആ changes. നാടിന്റെ അവസ്ഥ The മാറുന്നു. nation's situation ആ changes. ദേശത്തിലെ ദൈവസഭയുടെ അവസ്ഥ The മാറുന്നു. situation in the house of God changes there. മുന്നോട്ട് പോകാൻ കഴിയുകയില്ലെങ്കിൽ ആ നിൽക്കുന്ന നിപ്പിൽ നിന്നുകൊണ്ട് ആയിരിക്കുന്ന ഇരിപ്പിൽ ഇരുന്നുകൊണ്ട് തമ്പുരാന്റെ സന്നിധിയിൽ ഒരു നേർച്ച പേഴ്സണലായിട്ട് എടുക്കാൻ കഴിയുമോ? If you cannot go forward today, wherever you are, says, can you make a vow in the presence of God today? ഇത് വോളണ്ടിയർലി ഓഫറാണ്. This is a voluntary offer. ആരും പ്രസംഗിച്ചോണ്ടോ പറഞ്ഞോണ്ടോ അല്ല. Don't do it because somebody preached or anything. തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്യാൻ അനുവാദമില്ല. When you make it, after you make a decision, you cannot break അന്നത്തെ it. തീരുമാനം അനുസരിച്ച് കല്ലിൽ എഴുതി വെക്കണമെന്നൊക്കെ. In those days, the decisions had to be made on stone. Praise Lord, അത്രയ്ക്ക് സ്ട്രോങ് ആണത്. That is how strong the decisions are. Wow. ഒരു നിമിഷം ഒന്ന് കണ്ണടയ്ക്കാമോ? Can you close your eyes and pray this? ഏത് ക്രൈസിസിലാണെങ്കിലും ഭക്തന്മാരെല്ലാം ഈ പോയിന്റിലാണ് തീരുമാനത്തിലേക്ക് വന്നത്. No matter in which crisis you are, the saints of God came to the point of the vows in the crisis. മുന്നോട്ട് പോകാനായിട്ട് കഴിയത്തില്ലെങ്കിൽ, If you cannot go forward, വളരെ പ്രയാസം ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ, if you are in deep sorrow this morning, ഹന്ന കരഞ്ഞ് വ്യസനിച്ച് പട്ടിണി കിടന്ന പോലത്തെ അവസ്ഥയായിരുന്നെങ്കിൽ ആണെങ്കിൽ, if you are like Hannah who was hungered and in pain, കുടുംബത്തിലുള്ളവർക്ക് പോലും വേദന മനസ്സിലാകുന്നില്ലെങ്കിൽ, even if the people in the family cannot understand the pain, കർത്താവാണ് നമ്മളെ അവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. God has brought us to that ഈ situation. അവസരം കളയരുത്. Do not waste or lose this opportunity. നമുക്ക് ഒരു നേർച്ചയിലേക്ക് വരാം. Let us come into the point of making a vow. അത് ദൈവത്തോടാകാം. Let it be with God. അത് അത്ഭുതകരമായ ദൈവപ്രവൃത്തി നമ്മുടെ കുടുംബത്തിൽ നടക്കുന്നതിന് കാരണമായി തീരും. And let the work of God take place in our family. ഹോരബശബ്ദരാധന. ദൈവം നമ്മളെ എല്ലാ സാഹചര്യത്തിലൂടെയും എല്ലാ വഴിയും പഴുതുമൊക്കെ അടച്ച് എവിടെയെങ്കിലും ഒക്കെ കൊണ്ടു നിർത്തുന്നത് ദൈവത്തിന് നമ്മളെ പറ്റി ആവശ്യമുണ്ട്. തമ്പുരാന് നമ്മളെ പറ്റി പദ്ധതിയുണ്ട്. അത് തിരുവെഴുത്തിനകത്തൂടെ മുഴുവൻ നമുക്ക് പരിശോധിച്ചാൽ കാണാനായിട്ട് കഴിയും. God has a plan for us. That's why He brings us to the crisis and close all the doors. But there is a way that He will open for us. അൺആൻസേർഡ് ആയിട്ടുള്ള നമ്മുടെ വിഷയങ്ങൾക്ക് മറുപടി കിട്ടാനുള്ളൊരു മാർഗമായിട്ടാണ് വൗവിനെ തിരുവെഴുത്ത് പറയുന്നത്. The unanswered prayers, when you make vows, God, that is an opening for the prayer answers to prayers. നമ്മളിവിടെ വായിച്ചത് വെരി പവർഫുൾ വോ എടുത്തു. She took a very powerful vow. ട്രാൻസ്ഫോർമേഷൻ വീട്ടിലും നാട്ടിലും ആത്മീയഗോളത്തിലും നടന്നു. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു തീരുമാനം. The vow that she took brought about transformation in our household, in the church, in our community, and in the nation. കുഞ്ഞുങ്ങളെ എടുക്കാവുന്ന ഏറ്റവും നല്ല തീരുമാനം. Children, the greatest decision you can make. I will follow my Lord Jesus. I will follow the Lord Jesus. തിരുവെഴുത്താണ് എൻ്റെ ആശ്രയം. The scriptures are my steps. എൻ്റെ എല്ലാം തിരുവെഴുത്താണ്. My all in all is the scripture. എവിടെ പോയാലും തിരുവെഴുത്താണ് എൻ്റെ ആശ്രയം. My hope is in the scriptures. ആ ഒരു ഡിസിഷനാണ് നിങ്ങൾക്ക് വേണ്ടത്. That's the decision you have to make. വേറെ ആരും നോക്കരുത്. Don't look at anybody. തമ്പുരാനാണ് നമ്മുടെ ഭാവി തീരുമാനിക്കുന്നത്. God is the one who destines your future. കർത്താവാണ് നാളെ നമുക്ക് അനുവദിക്കുന്നത്. God is the one who gives you tomorrow. നമ്മുടെ എല്ലാ ഭാവിയും തമ്പുരാന്റെ കയ്യിലാണ്. Give your future to the Lord's പക്ഷേ hands. ഇവിടെ നമ്മളെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് നമുക്ക് ഡിസൈഡ് ചെയ്യാം. The reason He brought us to this crisis is for us to make a ആ decision. ഡിസിഷനിലേക്ക് വന്നാൽ ഹോളി സ്പിരിറ്റ് നമ്മളെ നിശ്ചയമായിട്ട് സഹായിക്കും. When you make such decisions, the Holy Spirit will help you through. കൃപതരാവെന്ന് നമ്മുടെ നാഥനാണ് പറഞ്ഞിരിക്കുന്നത്. Jesus said, I will give you grace. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഒരു പാട്ടിന്റെ ഒരു സ്റ്റാൻസ പെട്ടെന്ന് പാടാം.